പുസ്തകത്തിലേക്ക് നിങ്ങൾ വരണം. വേഗത്തിലൊന്ന് വായിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കപ്പെടാം. ഇന്നലെ വരെ ജീവിതത്തിൽ ഇരുട്ട് കാണാത്തവരായിരുന്നു യാക്കോബ്. എന്നാ യാക്കോബിന്റെ ജീവിതത്തിലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു, വീട്ടിലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു, അമ്മയുടെ വാത്സല്യം നഷ്ടപ്പെട്ടു, അപ്പന്റെ സ്നേഹം നഷ്ടപ്പെട്ടു. ആ ജീവന് തുല്യം സ്നേഹിച്ച തന്റെ കൂടെ പിറപ്പായ യേശാവിന്റെ സ്നേഹം വരെ തനിക്ക് നഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് ഓടി വന്ന് അവൻ ലൂസ് എന്ന പട്ടണത്തിൽ വരുമ്പോൾ സൂര്യനും അസ്തമിച്ചു. കണ്ടോ? അവൻ പ്രിയ ദൈവങ്ങളെ, നിന്റെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വരുമ്പോൾ നിന്നെ സ്നേഹിക്കാൻ ആരും കാണത്തില്ല. ഒരു രോഗം വരുമ്പോൾ നിന്നെ കാണാൻ ആരും കാണത്തില്ല. സാമ്പത്തികമുള്ള കാലത്തും സൗന്ദര്യമുള്ള കാലത്തും പലരും നിന്നെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ സകലത്തിൽ നഷ്ടപ്പെടുന്ന കാലത്ത് നിന്റെ കൂടെ ആരും കാണത്തില്ല. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണമേ, അന്ന് രാത്രിയിൽ അവൻ കാട്ടുകല്ലിൽ ഒന്ന് തലയിണയായി വെച്ച് ഉറങ്ങിയപ്പോൾ സ്വർഗം അവന്റെ തലയ്ക്ക് മുകളിൽ തുറന്നു. ഓ, ഇന്ന് രാത്രി കാലം സഹോദരങ്ങളെ, ഈ മരുഭൂമിയിൽ നിന്നെ ആരും കണ്ടില്ലെങ്കിലും, നിന്റെ സ്പോൺസർ നിന്നെ കണ്ടില്ലെങ്കിലും, അവൻ നിന്നെ ജോലിക്ക് വേണ്ടി കൊണ്ടുവന്ന അച്ചായന്മാർ നിന്നെ കണ്ടില്ലെങ്കിലും, സഹോദരന്മാർ നിന്നെ കണ്ടില്ലെങ്കിലും, നിന്റെ സ്നേഹിതന്മാർ നിന്നെ കണ്ടില്ലെങ്കിലും, നിന്റെ ഹൃദയത്തിന്റെ തകർച്ച നല്ല രീതിയിൽ കാണുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഏത് രാത്രിയിലും നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാണ്. ജീസസ് ഇവിടെ ശ്രദ്ധിക്കണം. അവൻ ഇവിടെ സകലതും അസ്തമിച്ചു, പ്രതീക്ഷകൾ പലതും അസ്തമിച്ചു, ചിന്തകൾ പലതും അസ്തമിച്ചു. രാത്രിയുടെ യാമം വന്നപ്പോൾ വൈകിയ സൂര്യൻ അസ്തമിച്ചപ്പോൾ സകലം നഷ്ടപ്പെടുന്നാൽ ദൈവജനം എന്താ പറയുന്നത് അറിയാമോ? അവൻ സ്തോത്രം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതിന്റെ 19-ഉം 20-ഉം വാക്യമെന്ന് വായിച്ചാട്ടെ. അവൻ സ്തോത്രം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 19-ഉം 20-ഉം വാക്യമെന്ന് വായിച്ചാട്ടെ. ചുടമന ഹത്തുടമന വൈഡമാന ശംസുടമന ഉടറഗനക തുടമാന വൈഡമാന ഷീറഖമാന വൈഡേ റിബലാമന ഹത്തുടമാന ഹറഗമാന. ഹല്ലേലൂയ. അവൻ സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവൻ സൂര്യൻ നിനക്ക് അസ്തമിച്ചാലും ചന്ദ്രൻ നിനക്ക് വെളിച്ചം തന്നില്ലെങ്കിലും ഇന്ന് രാത്രികാലം ദൈവം പറയുകയാണ്, നിനക്ക് പ്രകാശമായി ഞാനിരിക്കും. നിന്റെ അപ്പൻ നിനക്ക് പ്രകാശമല്ല, നിന്റെ അമ്മ നിനക്ക് പ്രകാശമല്ല, നിന്റെ സഹോദരൻ നിനക്ക് പ്രകാശമല്ല. എന്നാൽ നിനക്ക് പ്രകാശമായിരിക്കാൻ ഒരുവനുണ്ട്. അവൻ സകലത്തിന്റെ ഉടയവനാവുന്ന കർത്താവ്. അവൻ ഇന്ന് രാത്രികാലം പറയുകയാണ്, നീ അധൈര്യപ്പെട്ടു പോകരുത്, നീ ഭാരപ്പെട്ടു പോകരുത്. യഹോവ നിനക്ക് നിത്യപ്രകാശമായിരിക്കും. അവൻ സ്തോത്രം. ഇവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇവനൊരു സ്വപ്നം കണ്ടു. എന്നാ സ്വപ്നം എന്നറിയാമോ? സ്വർഗം തുറന്നു. ജീസസ്. എപ്പോഴാ സ്വർഗം തുറന്ന്? വീട്ടിലായിരുന്നപ്പോ സ്വർഗം തുറന്നോ? ഇല്ല. വഴിയിൽ വെച്ച് സ്വർഗം തുറന്നോ? ഇല്ല. അവൻ സ്തോത്രം. എന്നാൽ സ്വർഗം തുറന്നത് എപ്പോഴാണെന്നറിയാമോ? എന്ന് അവൻ തന്റെ വീട് വിട്ടോ, എന്ന് അവൻ്റെതായ മാതാപിതാക്കളെ വിട്ടോ, എന്ന് അവൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാൻ തയ്യാറായോ? ഒന്നുകൂടെ പറഞ്ഞാൽ, കാട്ടുകല്ലെപ്പോ തലയിണയായി വെച്ചോ അന്ന് സ്വർഗം അവന്റെ മുകളിൽ തുറന്നു. ഇന്ന് രാത്രിയിൽ പ്രിയതയുമെതിരെ നിനക്ക് വേണ്ടി സ്വർഗം തുറക്കാൻ പോവുക. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഒരു സ്തോത്രം പറയാം. എനിക്ക് വേണ്ടി സ്വർഗം തുറക്കാൻ പോകുന്ന ഒരു രാത്രിയാ. ഇന്ന് രാത്രിയിൽ സ്വർഗം തുറക്കാൻ പോകുന്ന രാത്രിയാ. അവൻ സ്വർഗം തുറക്കാൻ പോകുന്ന രാത്രിയാ. എന്റെ ചുറ്റും ഇരുണ്ട മണ്ഡലങ്ങളാണ്, എന്റെ ചുറ്റും ഇരുണ്ട മണ്ഡലങ്ങളാണ്, എന്റെ ചുറ്റും അവൻ ഇരുട്ടാണ്, എന്റെ ചുറ്റും അർദ്ധരാത്രിയുടെ നിലവിളിയാണ്. എങ്കിലും എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ അവൻ പ്രകാശമായി ഇറങ്ങുന്നത് കൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്, അവൻ എനിക്ക് ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ജീവിതത്തിന്റെ അർദ്ധരാത്രി, ജീവിതത്തിന്റെ അർദ്ധരാത്രി. ഈ രാത്രിക്ക് ഞാനൊരു പേര് കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ആവശ്യത്തിന്റെ അർദ്ധരാത്രി. അല്ലേ? ഒരു ആവശ്യമായിട്ടാണ് സുഹൃത്ത് വരുന്നത്. എന്തോ ആവശ്യം? എന്റെ വീട്ടിൽ ഒരു സ്നേഹിതൻ വന്നിരിക്കുന്നു, അവന് 3 അപ്പം എന്ത് ചെയ്യണം? കൊടുക്കണം. അവർ ചോദിക്കുകയാണ്, എനിക്ക് എന്ത് ചെയ്യണം? 3 അപ്പം എനിക്ക് വായ്പ. ഇനി സ്വന്തം ചിന്തകളിലേക്ക് നമുക്ക് കിടക്കാം. ചിന്ത ഇതാണ്. അവൻ ഈ സ്നേഹിതൻ പറയുകയാണ്, ഒന്ന്, എന്നെ നീ പ്രയാസപ്പെടുത്തരുത്. കാരണം കഥ കടച്ചിരിക്കുന്നു, പൈതങ്ങൾ എന്നോട് കൂടെ കിടന്ന് ഉറങ്ങുന്നു. സ്തോത്രം. ഈ പൈതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വലിയ പിള്ളേരൊന്നുമല്ല, MBBS പഠിക്കുന്ന പിള്ളേരൊന്നുമല്ല, പിന്നെ
കൊച്ച് ശരിയാകുന്നു, മനസ്സിലാകുന്നുണ്ടോ? കൊച്ചു മക്കളാ എന്ന് വെച്ചാൽ എന്താ? ഈ അമ്മ എവിടെ പോയി? അമ്മ അടുത്ത റൂമിൽ കിടന്ന് ഉറങ്ങാമോ? ഇല്ല. അമ്മയെ കുറിച്ച് ബൈബിളിൽ എന്ത് ചെയ്യുന്നില്ല? പറയുന്നുണ്ടോ? പറയുന്നില്ല. സ്തോത്രം. ഒരിക്കലും മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അമ്മ പെട്ടെന്ന് ഈ ലോകം വിട്ട് മരിച്ചുപോയി കാണാം. ആ സഹോദരൻ വളരെ വേദനയോടെ ഭാരത്തോടെ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാണ്? മാറോട് ചേർത്തണച്ച് കിടക്കുക. ആ സ്നേഹിതരെ സഹായിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പിള്ളേർ എന്ത് ചെയ്യും? രാത്രി. എനിക്കൊരു മോനുണ്ട്, രണ്ടുപേരുണ്ട്. മൂത്ത ആളിന് സ്തോത്രം അവരിപ്പോൾ 12-11 വയസ്സായി. രണ്ടാമത്തെ ആളിന് 3 വയസ്സായതേ ഉള്ളൂ. സ്തോത്രം കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ്, അതായത് സ്തോത്രം കഴിഞ്ഞ നവംബറിൽ എൻ്റെ വൈഫിന് പെട്ടെന്ന് ഒരു സ്തോത്രം പ്രശ്നമുണ്ടായി. അവർക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അവളെ അഡ്മിറ്റ് ചെയ്തു. പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു അവൾക്കൊരു ഓപ്പറേഷൻ വേണം. സ്തോത്രം അവനെ വളരെയധികം പ്രയാസപ്പെട്ടു. എന്നാൽ സ്തോത്രം ഇളയ കുഞ്ഞ് എന്നോടൊപ്പമായിരുന്നു. അവൾ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഇളയ കുഞ്ഞ് ഞാനാണ് അവനെ നോക്കുന്നത്. സ്തോത്രം. അന്നേരം അവൻ വളരെ ഏകദേശം 1.5-3 വയസ്സിനകത്തേ ആയുള്ളൂ. അവൻ വളരെ സ്തോത്രം പകലൊക്കെ അവൻ അപ്പൻ മതി, പക്ഷെ രാത്രി ആവാൻ ആര് വേണം? അമ്മ വേണം. അമ്മയുടെ സ്നേഹം ഇല്ലെങ്കിൽ അവൻ കിടക്കത്തില്ല. സ്തോത്രം അമ്മയുടെ കയ്യെ പിടിച്ച്, കാലെ പിടിച്ച്, ചുണ്ടയെ പിടിച്ച്, ചെവിയെ പിടിച്ച് അവൻ കിടന്ന് ഉറങ്ങുക. സ്തോത്രം. അന്നായപ്പോൾ അവന്റെ മമ്മി ഹോസ്പിറ്റലിലായി. ഞാൻ ഇവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി എല്ലാം കാണിച്ചതിന് ശേഷം ഇവരെ കൊണ്ട് കാണിച്ചു. മമ്മി കണ്ടു, മമ്മി ഉമ്മ ഒക്കെ കൊടുത്തു. അതെല്ലാം മേടിച്ചിട്ട് മമ്മിക്ക് ടാറ്റ പറയുന്നത് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ വന്നു. സ്തോത്രം. അന്ന് രാത്രി ആയപ്പോൾ ഒരു 8-8:30 മണിയായപ്പോൾ അവന്റെ അമ്മയെ നോക്കാൻ തുടങ്ങി. എല്ലായിടത്തും എല്ലാ റൂമിലും പോയി എന്ത് ചെയ്തു? അവൻ എല്ലാ റൂമിൽ ചെന്ന് എന്ത് ചോദിച്ചാ റൂമിൽ ചെന്ന് നോക്കുക. അന്നേരം ഞാൻ പറഞ്ഞു, മോനെ മമ്മി സ്തോത്രം ഹോസ്പിറ്റലിലാണ്, അത് ആരാ നോക്കണേ? അപ്പോൾ സ്തോത്രം അവൻ എല്ലാവരും പോയി നോക്കുക. അടുക്കളയിൽ പോയി നോക്കുന്നു. നിങ്ങളെ എന്ത് ചെയ്യാനാ? ഉറക്കി കിടത്തിരിക്കുക, കഷ്ടപ്പെട്ട് ഉറക്കിയതാ. കുഞ്ഞുങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉറങ്ങി കിടക്കുക. അപ്പോൾ സഹോദരൻ ശബ്ദമായി പറയുകയാണ്, സ്നേഹിത, സ്തോത്രം, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല, നീ എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുകയാണ്, ഇത് തുറന്ന് നിന്റെ അടുക്കലേക്ക് വരാൻ പറ്റത്തില്ല. അഥവാ ഞാൻ വന്ന് 3 അപ്പം എടുത്ത് നിനക്ക് തന്നാൽ എന്റെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും, പിന്നെ സമാധാനപ്പെടുത്താൻ പറ്റത്തില്ല. അവിടെ എഴുതിയിരിക്കുന്ന പദം ഇങ്ങനെയാണ്, വീണ്ടും അവന്റെ സ്നേഹിതൻ അവൻ വാതിലെ നിന്നുകൊണ്ട്, അങ്ങനെ വായിച്ചത്, മുട്ടിക്കൊണ്ടേയിരിക്കുന്നു. എന്താ മുട്ടിക്കൊണ്ടിരുന്നേ? സ്തോത്രം. ശ്രദ്ധിക്കണം. ഈ സഹോദരൻ ഇത്രയും സ്നേഹിതൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അപ്പം ഇല്ല എന്ന് എന്ത് ചെയ്തില്ല? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രിയ ദൈവജനം, നീ ശ്രദ്ധിക്കണം. നീ എത്രയോ കാലം കൊണ്ട് ദൈവത്തോട് നിലവിളിക്കുന്നല്ലേ അച്ഛാ? എത്രയോ കാലം കൊണ്ട് ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കണ്ണുനീരൊഴുക്കുന്നു, രാത്രിയൊക്കെ ഇരുന്ന് കരയുന്നു, മുഴങ്കാലിൽ ഇരുന്ന് കരയുന്നു. ദൈവാത്മാവ് ഈ അച്ചായനെ നോക്കിക്കൊണ്ട് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അവൻ ഒരു വിളി വിളിച്ചാൽ ആത്മാർത്ഥതയോടെ ദൈവത്തെ വിളിക്കുന്ന ബ്രദറാണെന്ന് ദൈവാത്മാവ് പറയുക. അവൻ ഒരുപാട് കാലം കൊണ്ട് ആത്മാർത്ഥതയോടെ വിളിക്കുന്നത്. ആണ്ടവരെ എന്ന് വിളിച്ചാൽ വിളിക്കുന്ന വിളി ആത്മാർത്ഥതയോടെ വിളിക്കുന്നത്. കയ്യടിച്ചാൽ പോലും ആത്മാർത്ഥതയോടെയാണ്. പ്രാർത്ഥിച്ചൊക്കെ മറുപടിയില്ലാതെ അവൻ ഭാരപ്പെടുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാ, ലജ്ജ കൂടാതെ നീ മുട്ടിക്കൊണ്ടിരിക്കുന്ന നിമിത്തം അവൻ നിന്റെ സ്നേഹിതൻ എഴുന്നേറ്റ് വന്ന് കഥകു തുറന്നവന് ധാരാളം കൊടുത്തതുപോലെ നിനക്ക് വേണ്ടി സ്വർഗം ധാരാളം തരുന്ന ഒരു സമയമുണ്ടെന്ന് ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ദൂതറിയിക്കുകയാണ്. അവൻ ദൈവജന കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. അളവ് കൂടാതെ സ്വർഗത്തെ തുറന്ന്, വാതിലുകളെ തുറന്ന് ദൈവം പാലിക്കുന്ന ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രികാലം അവൻ ദൈവാത്മാവ് ദൂത് പറയുമ്പോൾ വിശ്വസിക്കുന്ന ദൈവജനം ദൈവത്തെ സ്തുതിക്കുക. ഓ ജീസസ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഈ സ്നേഹിതൻ പറഞ്ഞത് ഇല്ലെന്ന് പറഞ്ഞില്ല അല്ലേ? ഇല്ലെന്ന് പറഞ്ഞെങ്കിൽ ഇവരെന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ എത്ര വർഷമായിട്ട് മുട്ടിക്കൊണ്ടിരിക്കല്ലേ, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ എന്നെ അനുഗ്രഹിക്കണേ, എന്നെ ഒന്ന് എന്ത് ചെയ്യണം, മാനിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പക്ഷെ ഇത് ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? ആർക്കും മനസ്സിലായില്ല? മലയാളം മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? ഇല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ ഇതിനു മുമ്പ് പ്രാർത്ഥന നിർത്തി
ഉപാസനം നിർത്തി, ആരാധനയും നിർത്തി, സ്തോത്രവും നിർത്തി, പാട്ടും നിർത്തി, കയ്യടിയും നിർത്തി, കീബോർഡും വലിച്ച് ദൂരെ എറിഞ്ഞ്, പ്രൊജക്ടറും വാരി ദൂരെ എറിഞ്ഞ്, സ്തോത്രം ഈ മൈക്ക് സിസ്റ്റവും സൗണ്ട് സിസ്റ്റവും ഈ സ്തോത്രം എല്ലാം വാരി ദൂരെ എറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാനേ പോകുമായിരുന്നല്ലേ? പക്ഷേ ഇത് സ്തോത്രം കളയാതെ പിടിച്ചിരിക്കുന്ന കാര്യം എന്തെന്ന് അറിയാമോ? ഇത്ര മുട്ടിയിട്ടും ഇല്ല എന്ന് അകത്തുനിന്നൊരു വാക്ക് വരുന്നില്ല. പ്രത്യാശയുടെ വാക്കുകൾ മാത്രമേ അകത്തുനിന്ന് വരുന്നുള്ളൂ. ഇന്ന് രാത്രിക്കാലം എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, Who can separate me from the love of Christ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ ആർക്കാണ് കഴിയുന്നത്? ഈ ലോകത്തിന് വരാനുള്ള ലോകത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ തീർന്നില്ല, ദൂതന്മാർക്കോ തീർന്നില്ല, പട്ടിണിക്കോ ഭൈരാഗത്തിനോ ഈർച്ചവാളിനോ ഈ ലോകത്തിലുള്ള ഒന്നിനും എന്നെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുവാൻ കഴിയത്തില്ല. എത്ര പേർക്ക് രാത്രികാലം പറയാനുണ്ട്? ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ സ്തോത്രം കുറച്ച് കാലങ്ങളൊക്കെ മുന്നോട്ട് വന്നപ്പോൾ എല്ലാ സമയം നമ്മൾ ഒരുപോലെ ഇരിക്കോ? ഇല്ല. ഞാൻ കർത്താവിന്റെ വേല നിമിത്തം ഞാൻ 18 വർഷമായിരുന്നു ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നു. എത്ര വർഷം? 18 വർഷമായി. ഞാൻ ഒന്നുമില്ലായിരുന്നു. ഞാൻ എന്റെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ് നിങ്ങൾ കേട്ടോ. ഒന്നുമില്ലാത്തൊരു കുടുംബത്തിൽ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വരുന്നത്. കോടീശ്വരന്റെ വീട്ടിനകത്തുനിന്നല്ല, കർത്താവിനെ കണ്ടിട്ട് ഇറങ്ങി വന്നതാണ്. അമ്മന്റെ കർത്താവ് എന്നോട് പറഞ്ഞൂടാ, നിനക്ക് ഞാൻ ഒരുപാട് തരാന്ന് പറഞ്ഞില്ല. പിന്നെ എന്തെന്നറിയാമോ? 16 വയസ്സ് പ്രായമുള്ള പേരോട് പറഞ്ഞത് തന്നെയാണ്, ന്യായമായത് നിനക്ക് എന്ത് ചെയ്യാം? അങ്ങനെ യേശു എല്ലാവരോടും പറഞ്ഞേ, കോടി തരാന്ന് പറഞ്ഞോ? ക്രിസ്തോഫർ പാസ്റ്ററെ തരാന്ന് പറഞ്ഞോ? ഇല്ല. പിന്നെ കർത്താവ് എന്താ പറഞ്ഞേ? കുറച്ച് സഹോദരന്മാർ അവിടെ ഇവിടെയായിട്ടൊക്കെ മെനക്കെട്ടിരുന്നു, ചന്ത സ്ഥലത്തൊക്കെ മെനക്കെട്ടിരുന്നു. അവരെ കണ്ടപ്പോൾ യേശു കർത്താവ് അറിയാമോ, നിനക്കെന്താ ജോലിയില്ലേ? അപ്പോൾ ഒരു ജോലിയില്ല. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, എഴുന്നേറ്റ് എന്ത് ചെയ്യാൻ പറഞ്ഞു? എന്റെ മുന്തിരിത്തോട്ടത്ത് പോയി അധ്വാനിക്കാൻ പറഞ്ഞു, വേറെ ചെയ്യാൻ പറഞ്ഞു. പുള്ളി സഹോദരന്മാരെല്ലാം എന്ത് ചെയ്തു? ഓടിച്ചെന്നു. സഹോദര മാമ അവിടെ യേശു വന്ന് യജമാനൻ വന്ന് എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്ത് 9-ാം മണി നേരത്ത് വന്നവനും 11-ാം മണി നേരത്ത് വന്നവനും എല്ലാം ഒരുപോലെ കൊടുത്തപ്പോൾ ഒരു സ്നേഹിതൻ ചോദിച്ചത് ഇങ്ങനെയാണ്, യജമാനനെ അവൻ വന്നത് 10 മണിക്കാണ്, ഞാൻ വന്നത് 9 മണിക്കാ. അപ്പോൾ യജമാനൻ പറഞ്ഞ മറുപടി അറിയാമോ? സ്തോത്ര ന്യായമായത് നിനക്ക് കിട്ടേണ്ടത് കിട്ടിയോ? കിട്ടിയെങ്കിൽ നീ പോ. സ്തോത്ര മെനക്കെട്ടിരുന്നവനെ ന്യായമായത് തരാമെന്ന് വിളിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ സേവിക്കുന്ന ദൈവവൈദ്യരെ, നിനക്ക് ന്യായമായതെന്ന് അന്യായമായതല്ല. നിന്റെ പോക്കറ്റിൽ വരുന്നത് ന്യായമായതാണ്. നിന്റെ വിയർപ്പാണ്, നിന്റെ കഷ്ടപ്പാടാണ്. തന്നു നിന്നെ മാനിപ്പാൻ കഴിവുള്ള ഒരു വലിയ ദൈവമുണ്ട്. ആ ദൈവത്തെ രാത്രികാലം കരപിടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ ഈ ലോകത്തിലെ കോടീശ്വരന്മാർക്കുള്ളതിനേക്കാൾ വലുത് ന്യായമായത് പരിശുദ്ധാത്മാവ് നിനക്ക് തരുന്നതിനായി ഈ ദൈവത്തെ സ്തുതിക്കാൻ. സ്ഥിര വരുമാനം നമുക്കില്ലെങ്കിൽ ഭംഗിയായിട്ട് ദൈവം നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ പറഞ്ഞേ, ഞാന് ട്രിവാൻഡ്രത്ത് താമസിക്കുന്നത്. ഇപ്പോ എന്റെ സ്വന്തം സ്ഥലം പഞ്ചമൂടാണ്, മാർത്താണ്ഡത്തിനടുത്താണ്. കന്യാകുമാരി ഡിസ്ട്രിക്റ്റുകാരനാണ്, വിളവങ്കോട് താലൂക്കുകാരനാണ്. സോദരം എന്നാൽ ഞാനിപ്പോ താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. കർത്താവ് അയച്ചതുകൊണ്ട് അവിടെ പോയി ഹൈന്ദവരുടെ ഇടയിലാണ് വർക്ക് ചെയ്യുന്നത്, ശുശ്രൂഷിക്കുന്നത്. സോദരം ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു കുടുംബമുണ്ട്, കഴക്കൂട്ടത്തിനകത്ത് താമസിക്കുന്നത്. എന്നെ വല്ലപ്പോഴൊക്കെ പ്രാർത്ഥനയ്ക്ക് വിളിക്കാറുണ്ട്, ഞാൻ അവിടെ ചെല്ലും. അപ്പൊ സ്വന്തം എന്നോട് പറഞ്ഞു, അവര് ജോലിയാ. എവിടെ ജോലി അറിയാമോ? അവരുടെ മോൾ, അതായത് അവരുടെ വീട്ടിലെ സഹോദരി കൊച്ചുമോള് ജോലി ചെയ്യുന്നത് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യണേ. മോന് ISROയിലാണ് ജോലി ചെയ്യണേ. അപ്പോൾ സ്വന്തം ഒരു കുടുംബത്തിൽ ഭർത്താവ് ISROയിലും പിന്നെ മോള് മരുമകള് എവിടെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നേ. അവരുടെ വരുമാനം നിനക്കറിയാമോ? 2 പേർക്കും കൂടെ ഏകദേശം സ്തോത്രം 1.25 ലക്ഷം രൂപ ചെയ്യുന്നുണ്ട്. വീട്ടിൽ വരുന്നുണ്ട്. സ്തോത്രം 1.25 ലക്ഷം കാണാൻ പോലും വരുന്നില്ല. ദൈവം കൊടുക്കട്ടെ. സ്തോത്രം എല്ലാവരിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്റർ ഈ ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് പാസ്റ്ററെ. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? എന്താ? പാസ്റ്റർക്ക് അറിയാമല്ലോ, ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ 1.25 ലക്ഷം രൂപ, 1,75,000 രൂപ ശമ്പളം കിട്ടുന്നത്, പക്ഷെ ഞങ്ങൾക്ക് തികയുന്നില്ല പാസ്റ്ററെ. എന്താ? ഞങ്ങൾക്ക് 1.25 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഒരു മാസത്തേക്ക്
ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, കർത്താവേ എനിക്ക് ഒരുപാടൊന്നും വേണ്ട, ഒരു 10,000 റുപ്യ ഒരു മാസം കിട്ടിയിരുന്നെങ്കിൽ കർത്താവിന്റെ വേല സുഖമായിട്ട് ചെയ്യാമായിരുന്നു. ഇത് സ്വതന്ത്രം പറയാത്തത് ഒരുപാട് വേണോ? ഒരുപാട് വേണോ? ദൈവത്തിന് പറയാൻ അറിയാമോ? ദുഷ്ടന്മാർക്കുണ്ടായിരിക്കുന്ന അനവധി നന്മകളെക്കാൾ നീതിമാനുണ്ടായിരിക്കുന്ന അല്പം ഏറെ നല്ലത്. പ്രിയ ദൈവത്തിൽ നിനക്ക് കിട്ടിയിരിക്കുന്ന കൊച്ചു നന്മ മതി. അവന് കിട്ടുന്ന 1,75,000 രൂപയേക്കാൾ വിലയുള്ളത് നിനക്ക് ഇവിടെ കിട്ടുന്ന 25,000 30,000 രൂപയോ അതൊരു വലിയ സമ്പത്തായിട്ട് നീ എണ്ണ. ഇന്ന് രാത്രികാലം ദൈവം നിന്നെ ധാരാളമായി മാനിക്കട്ടെ. സ്ഥിര വരുമാനമില്ലാത്ത എന്നോട് പലരോട് ചോദിക്കാറുണ്ട്, പാസ്റ്റർ നിങ്ങൾ എങ്ങനെയാ പാസ്റ്റർ ജീവിക്കുന്നതെന്ന്. സ്തോത്രം. നമ്മൾ ജീവിക്കുന്ന അത്ഭുതമല്ലേ? ഞാൻ എന്നോട് ചോദിച്ചോണ്ട്, പാസ്റ്റർ നിങ്ങൾ കണ്ടത് ഏറ്റവും വലിയ അത്ഭുതം എന്ന് എന്നോട് ഒരാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് തന്നെ എന്താ? ഞാൻ ജീവിക്കുന്നത് തന്നെ നിങ്ങൾക്ക് അങ്ങനെ പറയാനില്ലേ? ഇല്ല ബ്രദറെ, ഞാൻ ജീവിക്കുന്നതിന് എന്തുവാ? ഞാൻ ജീവിക്കുന്ന ഒരു അത്ഭുതം. യേശു കർത്താവ് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഞാൻ ജീവിക്കുന്നതിന്റെ യേശു വലിയൊരു അത്ഭുതം. അവനെ ഉയർപ്പിച്ചതൊന്നുമല്ല വലിയ അത്ഭുതം. ഞാൻ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഞാൻ നടക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഞാൻ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതം. അവന്റെ രാത്രിക്കാരെ വിശ്വസിക്കുന്നവർ കാലം പഠിച്ചു ദൈവത്തോട് പറയാം, അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. പിന്നെ ചിലപ്പോ ചില കാര്യങ്ങളിൽ ലേറ്റ് ആവും കേട്ടോ ബ്രദറെ. എന്താ ചില കാര്യങ്ങളിൽ എന്നിട്ട് എന്ത് ചെയ്യരുത്? പേടിച്ചൊന്നും പോരുത് കേട്ടോ. എന്ത് ചെയ്യണം? അബ്രഹാമിനെ ദൈവം വിളിച്ചു എത്രാമത്തെ വയസ്സിലാ? 75-ാമത്തെ വയസ്സിലാണ്. അന്ന് പറഞ്ഞ വാഴ്ത്തറിയാമോ? അബ്രഹാമേ, നിന്നെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിന്റെ മക്കളെ ഞാൻ വർദ്ധിപ്പിക്കും. തീർന്നില്ല, കടൽക്കരയിലെ മണൽത്തരികളെ പോലെ അവൻ നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. അപ്പോഴും എന്താണ് സംഭവിച്ചിരിക്കുന്നറിയാമോ? ലോക ഇവന് കൊടുത്തിരിക്കുന്ന പേര് മച്ചി എന്ന, ഭർത്താവിന് കൊടുത്തിരിക്കുന്ന പേര് മലടനെന്ന്. അതല്ല നമ്മുടെ നാട്ടിൽ പറയുന്നത്. അവൻ മച്ചി എന്ന് മലടനെന്ന് അവൻ സ്തോത്രം പറഞ്ഞു നിർത്തിയ ആ സ്ഥാനത്ത് നീണ്ട 25 വർഷം വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് പറഞ്ഞ് പുറകിലോട്ട് നോക്കാതെ, അന്യദൈവങ്ങളെ നോക്കാതെ, വാഴ്ചകളെയോ അധികാരങ്ങളെയോ സ്വർലോകത്തെ ദുഷ്ടാത്മ സേനകളെയോ അവൻ ജയിച്ചുകൊണ്ട് മുന്നേറി വന്നപ്പോൾ 25-ാമത്തെ വയസ്സിൽ ഒരത്ഭുതം അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. 25-ാമത്തെ വർഷം ദൈവം ഒരത്ഭുതം അവന്റെ ജീവിതത്തിൽ ചെയ്തു. ജീവിതത്തിൽ അത്തരത്തിൽ വരും, പ്രശ്നങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും. പക്ഷെ ദൈവം പുറകിലോട്ട് എന്ത് ചെയ്തത്? പോകരുത്. റോമ ലേഖനം വേഗത്തിൽ വായിച്ചാട്ടെ. ഒരു ഭാഗം കൂടെ നിങ്ങൾ എനിക്ക് വായിച്ചു തരണം. റോമ